video, we will be dealing with another important topic from Module 6 KTU Business Economics, which is titled as Demand Forecasting. നമ്മൾ നേരത്തെ ചെയ്ത വീഡിയോയിൽ ഈ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് എന്നുള്ള ടോപ്പിക് ഒഴികെ ബാക്കി എല്ലാ ടോപ്പിക്സ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. സോ ഈ ഒരു വീഡിയോയിൽ എക്സ്ക്ലൂസീവ്ലി ഡിമാൻഡ് ഫോർകാസ്റ്റിംഗും അതിൻ്റെ ടെക്നിക്സ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നു. KTUവിൻ്റെ എക്സാമിന് ലോങ് എസ്സേ ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ മാർക്കിൽ ചോദിച്ച് കാണപ്പെടാറുള്ള ഒരു ചോദ്യം കൂടിയാണ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്. So yes, now what do you mean by demand forecasting? So before getting into what do you mean by demand forecasting, you need to be familiar with the whole concept of what I mean by demand. We already discussed ചെയ്തിട്ടുള്ളതാണ്. Demand എന്ന് പറയുന്നത് it's a desire backed by ability and willingness to pay for a commodity. So demand forecasting എന്ന് പറയുന്നത് ഇപ്പം ഞാനൊരു ഉൽപ്പാദകനാണ് അല്ലെങ്കിൽ ഞാനൊരു പ്രൊഡ്യൂസർ ആണെങ്കിൽ ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്മോഡിറ്റിക്ക് മാർക്കറ്റിൽ എത്രത്തോളം ഡിമാൻഡ് ഉണ്ട് എന്ന് എനിക്ക് പ്രഡിക്റ്റ് ചെയ്യാവുന്ന ഫോർകാസ്റ്റ് ബേസിക്കലി മീൻസ് ടു പ്രഡിക്റ്റ് അല്ലേ. സോ എനിക്ക് പ്രഡിക്റ്റ് ചെയ്യാവുന്ന എൻ്റെ മുന്നിലുള്ള വഴികളെയാണ് നമ്മൾ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്നത്. സോ ഇൻ ഷോർട്ട്, ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് ഇസ് ഡിഫൈൻഡ് ആസ് എ പ്രാക്ടീസ് ബൈ ദ പ്രൊഡ്യൂസർ ടു പ്രഡിക്റ്റ് ദ ഫ്യൂച്ചർ ഇവൻറ്റ്സ് യൂസിങ് ദ പാസ്റ്റ് ആൻഡ് പ്രസന്റ് ഡേറ്റ. അതായത് പാസ്റ്റ് കഴിഞ്ഞു പോയതും ഇപ്പോഴത്തെ ഡാറ്റ ഉപയോഗിച്ചുകൊണ്ട് ഫ്യൂച്ചർ പ്രഡിക്റ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്നത്. Alright? And now, demand forecasting, the techniques in demand forecasting has been divided into two. രണ്ട് രീതിയിലാണ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗിന്റെ മെത്തഡോളജീസ് നമ്മൾ മാറ്റിയിരിക്കുന്നത്. You have your qualitative methods and you have your quantitative methods. Your qualitative methods has been further divided into four, which is your jury of executive opinion, Delphi method, sales force opinion, and survey of customers. Whereas your quantitative method includes moving average method, exponential smoothing method, regression analysis, and hand fitting. And basically, when you talk about the methods of demand forecasting, it is broadly divided into qualitative and quantitative. Qualitative എന്ന് പറയുന്നത് theoretical methods ആണ്. Quantitative methods എന്ന് പറയുന്നത് mathematical methods ആണ്. Now, what is this qualitative methods? സോ ഞാൻ നേരത്തെ പറഞ്ഞ ക്വാളിറ്റേറ്റീവ് മെത്തേഡ്സ് 4 ആണ് ഉള്ളത്. നമുക്ക് ജൂറി ഓഫ് എക്സിക്യൂട്ടീവ് ഒപ്പീനിയൻ, ഡെൽഫി മെത്തേഡ്, സെയിൽസ് ഫോഴ്സ് ഒപ്പീനിയൻ ആൻഡ് സർവേ ഓഫ് കസ്റ്റമേഴ്സ്. ഇത് നമ്മൾ തിയററ്റിക്കലി നോക്കി കാണുന്ന ഒരു മെത്തേഡാണ്. തിയററ്റിക്കലി നമ്മൾ തൽക്കാലം എന്താണ് കോൺസെപ്റ്റ് എന്ന് മാത്രം പഠിച്ചു വെച്ചാൽ മതി. So first, let's look into what you mean by qualitative methods, and the first one which we going to deal is jury of executive opinion. Jury of executive opinion എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ നമ്മളൊരു വസ്തു ഉണ്ടാക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഞാൻ ഒരു കോസ്മെറ്റിക് പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു സോപ്പ് ഉണ്ടാക്കുന്ന ഒരു ഉൽപ്പാദനമാണ്. അപ്പം ഞാൻ ഒരു പുതിയ കമ്മോഡിറ്റി ഉണ്ടാക്കുന്നു, അത് സോപ്പാണെങ്കിൽ. അപ്പോൾ ഞാൻ ആ സോപ്പിന് മാർക്കറ്റിൽ എത്രത്തോളം ഡിമാൻഡ് ഉണ്ട് എന്ന് അറിയണമെങ്കിൽ എനിക്ക് ഏറ്റവും നല്ലത് അതുമായിട്ട് ബന്ധപ്പെടുന്ന എക്സ്പേർട്സിന്റെ ഒപ്പീനിയൻ എടുക്കുന്നതാണ് അല്ലേ. സോപ്പ് ഇൻഡസ്ട്രി ആയിട്ടുള്ള, അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി ആണെങ്കിൽ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിലെ എക്സ്പേർട്സിന്റെ ഒപ്പീനിയൻ എടുത്താൽ എനിക്ക് അറിയാൻ പറ്റും ആ ഒരു പെർട്ടിക്കുലർ കമ്മോഡിറ്റിക്ക് എത്രത്തോളം മാർക്കറ്റിൽ സാധ്യതകളുണ്ടെന്ന്. അങ്ങനെ ഒരു വസ്തുവുമായി ബന്ധപ്പെട്ട് അതിന്റെ എക്സ്പേർട്സിന്റെ ഒപ്പീനിയൻ, ആ എക്സ്പേർട്സിനെ എല്ലാം വിളിച്ചു വരുത്തി ഒരു ഫിസിക്കൽ മീറ്റിംഗ് നടത്തി അവരിൽ നിന്ന് കിട്ടുന്ന ഒപ്പീനിയൻസ് ഉപയോഗിച്ചുകൊണ്ട് ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്യുന്ന മെത്തഡോളജിയാണ് നമ്മൾ ജൂറി ഓഫ് എക്സിക്യൂട്ടീവ് ഒപ്പീനിയൻ എന്ന് പറയുന്നത്. ഇറ്റ്സ് എ ജൂറി, ബേസിക്കലി പാനൽ ഓഫ് എക്സ്പേർട്സ് വരുന്നു. അവരവരുടെ ആശയങ്ങളും അവരുടെ എക്സ്പെർട്ടൈസും നമുക്ക് വേണ്ടി പങ്കുവെക്കുന്നു. അതിൽ നിന്ന് കിട്ടുന്ന കൺക്ലൂഷൻസിനെ ബേസ് ചെയ്തുകൊണ്ട്, അതായത് എക്സ്പേർട്സിന്റെ ഒപ്പീനിയൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഒരു വസ്തുവിന്റെ ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഇസ് വാട്ട് വി കോൾ ആസ് ജൂറി ഓഫ് എക്സിക്യൂട്ടീവ് ഒപ്പീനിയൻ. നൗ സെക്കൻഡ് വൺ ഇസ് ഡെൽഫി മെത്തേഡ്. ഈ ഡെൽഫി മെത്തേഡും ജൂറി ഓഫ് എക്സിക്യൂട്ടീവ് ഒപ്പീനിയൻ തമ്മിൽ ചെറിയ വ്യത്യാസം മാത്രമേ. ഡെൽഫി മെത്തേഡ് നമ്മൾ ചെയ്യുന്നത് ഇതുപോലെ തന്നെ എക്സ്പേർട്സിനെ നമ്മൾ കണ്ടുപിടിക്കുന്നു. എക്സ്പേർട്സിന് പക്ഷെ നമ്മൾ ഫിസിക്കലി നമ്മളൊരു മീറ്റിംഗ് കൂടുന്നതിന് പകരം എക്സ്പേർട്സിന് നമ്മൾ ക്വസ്റ്റ്യനേഴ്സ് അയച്ചു കൊടുക്കും, ചോദ്യാവലികൾ അല്ലെങ്കിൽ ചോദ്യോത്തരങ്ങൾ അയച്ചു കൊടുക്കും. യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ആയിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ അവർക്ക് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് എഴുതുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ആ അയച്ചു കൊടുക്കുന്ന ക്വസ്റ്റ്യനെയറിന്റെ റിപ്ലൈസിൽ നിന്ന് നമുക്ക് കിട്ടുന്ന കൺക്ലൂഷൻസ് വെച്ചിട്ടാണ് നമ്മൾ ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്യുന്നത്. സോ ബേസിക്കലി ടേക്ക് കെയർ ഓഫ് ദീസ് തിങ്സ്. അതായത് ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ജൂറി ഓഫ് എക്സിക്യൂട്ടീവ് ഒപ്പീനിയനിലെ എക്സ്പേർട്സിനെ നമ്മൾ നേരിട്ട് വിളിച്ചു വരുത്തി അവരുടെ നിർദ്ദേശങ്ങളും അവരുടെ സജഷൻസും നമ്മൾ കണക്കിലെടുക്കുന്നു. വേറെ ഡെൽഫി മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ എക്സ്പേർട്സിനെ നേരിട്ട് വിളിക്കുന്നില്ല. ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് വിൽ ബി സെൻഡിങ് ക്വസ്റ്റ്യനേഴ്സ് ടു ദം. ആ ക്വസ്റ്റ്യനേഴ്സിന്റെ റിപ്ലൈസിൽ നിന്നായിരിക്കും അല്ലെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ഫീഡ്ബാക്കിൽ നിന്നായിരിക്കും നമ്മൾ ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്യുന്നത്. ഇസ് ദാറ്റ് ക്ലിയർ? നൗ
The third one in your qualitative is your sales force opinion. Sales force എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ വീടുകളിലൊക്കെ ഇഷ്ടം പോലെ ആളുകൾ ഈ പബ്ലിക് ഹോളിഡേയ്സിലും അല്ലെങ്കിൽ സൺഡേസിലൊക്കെ ബാഗില് സാമ്പിൾ പ്രൊഡക്ട്സ് വിൽക്കാൻ വരുന്നവരുണ്ട് ഇല്ലേ. അപ്പൊ അവരുടെ വലിയൊരു ഉദ്ദേശമുള്ളത് ആ ബ്രാൻഡ് മാർക്കറ്റ് ചെയ്യുക എന്നതിനേക്കാൾ ഉപരി ഓരോ വീടുകളിലും കയറുമ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന ഫീഡ്ബാക്ക്. ഇപ്പൊ അവർക്ക് ചിലപ്പോൾ ടാർഗറ്റ് ഉണ്ടാവും ഒരു ദിവസം 100 വീടുകൾ. അങ്ങനെ 100 വീടുകളിൽ കയറി കഴിഞ്ഞാൽ അവരുടെ കയ്യിൽ ഒരു ബുക്ക് ഉണ്ടാവും. ആ ബുക്കിൽ ഒരു കൃത്യം നോട്ട് ചെയ്ത് വെക്കും. ഓരോ വീടുകളിലും ചെല്ലുമ്പോഴും ആ പ്രോഡക്റ്റിനെ എങ്ങനെ റിസീവ് ചെയ്തു. ചിലപ്പോൾ ചിലർ അത് നോക്കിക്കാണും, ചിലർ വാങ്ങിയിട്ടുണ്ടാവും, ചിലർ ടോട്ടലി റിജക്ട് ചെയ്തിട്ടുണ്ടാവും. ആ കിട്ടുന്ന ഫീഡ്ബാക്ക്, അതായത് സെയിൽസിന് പോകുന്ന വ്യക്തികളിൽ നിന്ന് കിട്ടുന്ന ഫീഡ്ബാക്കിനനുസരിച്ച് ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്യുന്ന മെത്തഡോളജിയാണ് നമ്മൾ സെയിൽസ് ഫോഴ്സ് ഒപ്പീനിയൻ എന്ന് പറയുന്നത്. ക്ലിയർ? Then the last one is survey of customers. Survey of customers is basically നിങ്ങളെല്ലാവർക്കും നമ്മളൊക്കെ അതിൻ്റെ ഒരു ഭാഗമായിട്ടുള്ളവരാണ്. നമ്മൾ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും, അതായത് ഓൺലൈനിലാണ് ഇത് കൂടുതലും ഈ സർവേ ഓഫ് കസ്റ്റമേഴ്സ് നമ്മൾ ചെയ്ത് കണ്ടുള്ളത്. നമ്മൾ എന്തൊരു പ്രോഡക്റ്റ് വാങ്ങിയതിനു ശേഷം അവർ റേറ്റ് ചെയ്യാൻ പറയും. ഇല്ല, ഒരു 5 സ്റ്റാർ റേറ്റിംഗ് വരും. 5 is the best and 1 is the worst എന്നുള്ള രീതിയിൽ. അപ്പൊ നമ്മൾ അതിൽ കൊടുക്കുന്ന ഫീഡ്ബാക്കിനനുസരിച്ച് പ്രൊഡ്യൂസേഴ്സിന് ഫോർകാസ്റ്റ് ചെയ്യാൻ പറ്റും ആ പെർട്ടിക്കുലർ പ്രോഡക്റ്റിന് ഫ്യൂച്ചറിന് ഡിമാൻഡ് ഉണ്ടോ എന്നത്. കസ്റ്റമേഴ്സിന്റെ ഫീഡ്ബാക്ക് അനുസരിച്ച് ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്യുന്ന മെത്തഡോളജിയാണ് സർവേ ഓഫ് കസ്റ്റമേഴ്സ്. സെയിൽസ് ഫോഴ്സിന്റെ അല്ലെങ്കിൽ സെയിൽസിന് പോകുന്ന ആളുകളുടെ കൺക്ലൂഷനും അവരുടെ ഫീഡ്ബാക്കും അനുസരിച്ച് നമ്മൾ ഡിമാൻഡ് ഫോർകാസ്റ്റ് ആണെങ്കിൽ ദാറ്റ് ഇസ് യുവർ സെയിൽസ് ഫോഴ്സ് ഒപ്പീനിയൻ. ഓക്കെ, സോ ഹോപ്പ് ദിസ് പെർട്ടിക്കുലർ പാർട്ട് ഇസ് ക്ലിയർ. ക്വാളിറ്റേറ്റീവ് മെത്തേഡിൽ jury of executive opinion, Delphi method, Salesforce opinion and survey of customers. Jury of executive opinion നേരിട്ട് നമ്മൾ എക്സ്പെർട്ട് പാനലിനെ വിളിച്ചു വരുത്തി അവരുടെ സജഷൻസ് എടുക്കുന്നു. ഡെൽഫി മെത്തേഡിൽ നേരിട്ട് വരുത്തുന്നില്ല, ക്വസ്റ്റനെയേഴ്സ് അയച്ചു കൊടുക്കുന്നു. സെയിൽസ്ഫോഴ്സിന്റെ ഒപ്പീനിയൻസും ഫീഡ്ബാക്കിൽ നിന്നും ആൻഡ് സർവേ ഓഫ് കസ്റ്റമേഴ്സിൽ നിന്നും കിട്ടുന്ന ഫീഡ്ബാക്ക്. ഓക്കെ, സോ ഇത് നമ്മൾ അതിന്റെ കൃത്യമായിട്ടുള്ള ഡെഫിനേഷൻസ് മാത്രം തൽക്കാലം പഠിച്ചു വെച്ചാൽ മതി എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ, കാരണം അത് തിയററ്റിക്കൽ ക്വസ്റ്റ്യൻസ് ആണ്. Now, coming back to your quantitative method. Quantitative methods നമ്മുടെ mathematical methods ആണ്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ അതിൽ കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കണം, കാരണം ഇതിൽ നിന്ന് കൂടുതലും ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് KTU എക്സാമിന് ചോദിച്ചു കാണാറ്. Okay, so quantitative method includes 4 methods. That is your moving average method, your exponential smoothing method, regression analysis and hand fitting. സോ ഈ 4 മെത്തേഡ്സും നമുക്ക് പ്രോബ്ലംസ് ആയിട്ടാണ് ചെയ്യാനുള്ളത്. സോ നമ്മൾ ഓരോ മെത്തേഡ്സും നമ്മൾ പ്രോബ്ലംസിലൂടെയാണ് മെത്തേഡ് എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതായത് തിയററ്റിക്കൽ പാർട്ട് അതിനില്ല. അപ്പൊ നമ്മൾ പ്രോബ്ലംസിലൂടെ ആയിരിക്കും നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ വി വിൽ ബി സ്റ്റാർട്ടിംഗ് വിത്ത് യുവർ മൂവിംഗ് ആവറേജ് മെത്തേഡ്.